കയ്യിൽ 5 പൈസയില്ല, ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം, നടക്കുമോ? ഒരു പരിധി വരെ ഈ പറഞ്ഞ പരിപാടി നടക്കും. ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഷോർട്ട് ഫിലിമിന്റെ ദൈർഘ്യം കുറയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്യുക. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് താഴെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 3 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊരു മ്യൂസിക് ഒരാളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് അയാൾ അത് ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ള പ്രൈസിനോ ചെയ്തു തരും. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു 30 മിനിറ്റുള്ള സംഭവമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഒരു 15 മിനിറ്റുള്ള സംഭവമാണ് ചെയ്യുന്നത് വിചാരിക്കുക. മ്യൂസിക്കിനും മാത്രം ചിലപ്പോൾ ഒരു തുടക്കക്കാരനൊക്കെ ചിലപ്പോൾ ഒരു 5000 രൂപ വാങ്ങിയെന്ന് വരും, ചിലപ്പോൾ 30,000 അല്ലെങ്കിൽ 15,000, അങ്ങനെ പല ഏരിയയിൽ ഈ പ്രൈസസ് ഒക്കെ ഈടാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. ഇത് അതിൽ മാത്രമല്ല, ഒരു 15 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ചിലപ്പോൾ 2-3 ദിവസം എടുത്തെന്ന് വരാം. അപ്പോൾ ക്യാമറ എക്സ്പെൻസ്, പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ്, ഫുഡ് കാര്യങ്ങൾ ഒക്കെ, ഇതിനൊക്കെ എക്സ്പെൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധൈര്യം കുറയ്ക്കുമ്പോൾ ഒരു 3 മിനിറ്റിന്റെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏറി വന്ന ഒരു ദിവസം ചെറിയ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഉറപ്പായിട്ടും തീർക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയും. ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള ഷോർട്ട് ഫിലിം ഒരു 5-8 വർഷം മുമ്പ് ചെയ്യുന്നത് ക്രൗഡ് ഫണ്ടിങ് യൂസ് ചെയ്തിട്ടായിരുന്നു. അന്ന് ഞാൻ കളക്ട് ചെയ്ത് 25,000-30,000 രൂപേൻ്റെ അടുത്ത് വന്നായിരുന്നു. ക്രൗഡ് ഫണ്ടിങ് ഇപ്പോഴും ചെയ്യാൻ പറ്റും, ഒരുപാട് പേര് ചെയ്യുന്നതുമാണ്. ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു 1000 രൂപ വെച്ചിട്ട്, ഒരു 10 പേരുണ്ട്, 2000 രൂപ വെച്ചിട്ട് ഇടുവാണെങ്കിൽ 20,000 രൂപയായി. 3000 രൂപയാണെങ്കിൽ അത് 30,000 രൂപയായി. ലോ ബഡ്ജറ്റ് 30,000 ആണെങ്കിലും ഇപ്പൊ നിങ്ങളൊരു ചെറിയ ദൈർഘ്യത്തിൽ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിടിലൻ ക്വാളിറ്റിയിൽ ആ ഷോർട്ട് ഫിലിമിന്റെ ഔട്ട് ഇറക്കാൻ പറ്റും. മൂന്നാമത്തതാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സംഭവം. പക്ഷേ ഇത് ചെയ്യരുത്. എങ്ങനെ ചെയ്യരുത്? അതായത് യാതൊരു ഐഡിയ ഇല്ലാതെ ജസ്റ്റ് ഫോണിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമാകാം, ഈ ഒരു രീതിയിലായിരിക്കരുത് ഒരിക്കലും മൊബൈലിൽ നമ്മുടെ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, മൊബൈലിൽ ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കളർ ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ പോസ്റ്റ് ഉണ്ടാക്കാനും തുടങ്ങിയിട്ട് AI വരെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോരോ സോഫ്റ്റ്വെയർസും ആപ്സും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാം. ഒരുപാട് ആപ്സ് ഉണ്ടാവും, അതിൽ നിങ്ങളുടെ പാറ്റേണിൽ ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഏതാണെന്നുള്ളത് നോക്കുക. അത് ക്യാമറ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. അങ്ങനെ ഈ ആപ്പിനെയൊക്കെ പറ്റി നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യാം.